കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താന്ന് നോക്കി. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമ്മൾ ബീമിലും ഫ്രെയിമിലും ട്രസ്സിലും നോക്കിയതുപോലെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയും ബീമിലും ഫ്രെയിമിലും ട്രസ്സിലും നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പൊ എന്താ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ that exists in a structure is known as kinematic indeterminacy or degrees of freedom. ഇപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ, ബീം വെച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, അതിൽ 3 രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് അലോ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ 3 രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഒന്ന് വേർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ വരാം. ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ വരാം. ആൻഡ് റൊട്ടേഷനും വരാം. ഓക്കെ, റൊട്ടേഷൻ എന്ന് പറയുന്നത് മൊമെന്റ് കോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇവിടെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ക്ലോക്ക് വൈസിൽ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നു വിചാരിച്ചോളൂ. ഓക്കെ, ക്ലോക്ക് വൈസിൽ ഒരു മൊമെന്റ് എം ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇതിപ്പം ഞാൻ വലിച്ച് ഇവിടെ ടൈറ്റ് ആക്കി വെച്ച് ഈ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും, ഈ ഭാഗത്ത് ഇത് താഴോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് മൊമെന്റ് കോസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള മൂവ്മെന്റ്സ് ആണ്, അതായത് റൊട്ടേഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ആംഗിൾ തീറ്റ. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ, വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇപ്പം ബീമിന്റെ കേസിലാണെങ്കിൽ വേർട്ടിക്കൽ ആയിട്ട് ഒരു ലോഡ് വരുവാണെങ്കിൽ, ഓക്കെ, അത് വേർട്ടിക്കലി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ മൂവ്മെന്റിനാണ് വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡ് വരുന്ന സമയത്ത് അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഈ സൈഡ് വേസ് മൂവ്മെന്റിന് സ്വേ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആ മൂവ്മെന്റിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ മൂവ്മെന്റിന്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്താൽ അതിൽ 3 തരത്തിലുള്ള മൂവ്മെന്റ് ആണ് വരിക. ഒന്ന് വേർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഒന്ന് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, ഒന്ന് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബീം അല്ലെങ്കിൽ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പം ഒരു സ്ട്രക്ചറിൽ ഇപ്പോൾ ഒരു ബീം ആയിക്കോട്ടെ, ഫ്രെയിം ആയിക്കോട്ടെ, ട്രസ് ആയിക്കോട്ടെ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റ് അലോ ചെയ്യും, അത് എത്ര എണ്ണം ഉണ്ട്, ഓക്കെ, ആ എത്ര മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നുള്ള ആ നമ്പറാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ആ പേരിൽ തന്നെ വ്യക്തമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാൻ അതിന് ഫ്രീഡം ഉണ്ടെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ 3 തരത്തിലുള്ള മൂവ്മെന്റ് ആണ് ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു മൂവ്മെന്റ് അലോ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, റിയാക്ഷൻ വരുവാണെങ്കിൽ ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവിടെ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചറിൽ എത്ര മൂവ്മെന്റ്സ് അലൗഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് 3 മൂവ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ. ഓക്കെ, ഇതിൽ എത്ര എണ്ണം ഒരു സ്ട്രക്ചറിൽ വരുന്നു എന്നുള്ളതിന്റെ നമ്പർ ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ. ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആവാം, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആവാം. ട്രാൻസ്ലേഷനിൽ 2 മൂവ്മെന്റ് വന്നു. ഓക്കെ, പിന്നെ റൊട്ടേഷൻ മൊമെന്റ് കോസ് ചെയ്യുന്നതാണ്. ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഓരോ സപ്പോർട്ടിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് അലോ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ട്രാൻസ്ലേഷൻസ് ആൻഡ് റൊട്ടേഷൻസ് ഇൻ ഡിഫറെന്റ് സപ്പോർട്ട്സ്. ഇപ്പോൾ ഫിക്സ്ഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള മൂവ്മെന്റ് അലോ ചെയ്യില്ല. നിങ്ങൾക്ക് അറിയാലോ എത്ര റിയാക്ഷൻസ് അവിടെ വരും: വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മൊമെന്റിന്റെ റിയാക്ഷൻ. ഓക്കെ, അതായത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷനെ വെർട്ടിക്കൽ റിയാക്ഷൻ ഒപ്പോസ് ചെയ്യും,
ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഒപ്പോസ് ചെയ്യും, അതുപോലെ തന്നെ റൊട്ടേഷനെ മൊമെന്റിന്റെ റിയാക്ഷൻ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ യാതൊരുവിധ മൂവ്മെന്റും ഫിക്സ്ഡ് സപ്പോർട്ടിൽ അലോ ചെയ്യില്ല. ഓക്കെ, നമ്പർ ഓഫ് മൂവ്മെന്റ്സ് അലൗഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, നോ മൂവ്മെന്റ്സ് ആർ അലൗഡ്. എന്നാൽ ഹിഞ്ചഡ് സപ്പോർട്ട് നോക്കിയോ, ഇവിടെ എത്ര റിയാക്ഷൻ വരും? ഇവിടെ 2 റിയാക്ഷൻ വരും, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരാം. ഓക്കെ, അപ്പോൾ ആ 2 മൂവ്മെന്റ്സ് ഇതിൽ അലൗ ചെയ്യില്ല. അതായത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അലൗ ചെയ്യില്ല, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗ ചെയ്യില്ല. എന്നാൽ ഹിഞ്ചഡ് സപ്പോർട്ടിൽ റൊട്ടേഷൻ അലൗഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു മൂവ്മെന്റ് ആണ് ഇതിൽ അലൗഡ് ഉള്ളൂ, അത് റൊട്ടേഷൻ ആണ്. അപ്പൊ ഇവിടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അലൗ ചെയ്യുന്ന റൊട്ടേഷൻ ആണ് ആ 1 ആയിട്ട് വരുന്നത്. ഓക്കെ, 1 റൊട്ടേഷൻ ഈസ് അലൗഡ് ആൻഡ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആർ റെസ്ട്രിക്റ്റഡ്. ഓക്കെ, ഇത് റെസ്ട്രിക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി പഠിക്കുമ്പോൾ ഓരോ സപ്പോർട്ടിൽ എത്ര റിയാക്ഷൻസ് വരുന്നുള്ള പഠിച്ചു. ഓക്കെ, ടോട്ടൽ 3 മൂവ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ റിയാക്ഷൻസ് എത്ര എണ്ണം വരുന്നോ ആ 3 ട്രാൻസ്ലേഷൻസ് ആ റിയാക്ഷന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അലൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കിട്ടും. ഓക്കെ, റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മൂവ്മെന്റ് അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 2 റിയാക്ഷൻ ഉള്ളതുകൊണ്ട് ബാക്കി അവിടെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. അപ്പോൾ റൊട്ടേഷൻ മാത്രമേ ഹിഞ്ച് സപ്പോർട്ടിൽ അലൗ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ റോളറിന്റെ കേസ് നോക്കിക്കോളൂ. ഇതിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് അലൗ ചെയ്യും? ഹൊറിസോണ്ടലി ഇതിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ? ഈ ഒരു ടയർ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് വന്നാൽ മൂവ്മെന്റ് അലൗഡ് ആണ്, റൊട്ടേഷൻ വന്നാലും അലൗഡ് ആണ്. ഓക്കെ, അതായത് റൊട്ടേഷൻ അലോ ചെയ്യും. അപ്പൊ ഇവിടെ റിയാക്ഷൻ ഏതിന്റെ മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി 2 മൂവ്മെന്റ്സ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ റൊട്ടേഷൻ ഇതിൽ അലൗഡ് ആണ്. ഓക്കെ, 1 റൊട്ടേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഈസ് അലൗഡ്, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ നോട്ട് അലൗഡ്. ഓക്കെ, സ്ലൈഡിംഗ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് സപ്പോർട്ട് ആണെങ്കിൽ ഇതിൽ ഏത് മൂവ്മെന്റ് അലൗഡ് എന്ന് നോക്കിക്കേ. റോളറിന്റെ അറേഞ്ച്മെന്റ് പ്രകാരം ഇവിടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അലൗഡ് ആണ് അല്ലെ? വെർട്ടിക്കൽ ആൻഡ് മൊമെന്റിന്റെ റിയാക്ഷൻ ഉണ്ടാവും, എന്നാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഇവിടെ അലൗഡ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. അലൗഡ് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആണ്. ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഈസ് അലൗഡ്, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആർ റെസ്ട്രിക്റ്റഡ്. ഓക്കെ, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ റെസ്ട്രിക്ട് ചെയ്യും, അതുപോലെ തന്നെ മൊമെന്റിന്റെ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൊട്ടേഷൻ അവിടെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ടൈപ്പ് സ്ലൈഡിംഗ് സപ്പോർട്ടിന്റെ ഓക്കെ ഒന്ന് നോക്കിക്കേ, അതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിക്കേ. വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് അലൗഡ് അല്ലെ? ആ ഒരു റോളറിന്റെ ഭാഗം വന്നിരിക്കുന്നു നോക്കിയേ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സ് കാരണം വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, എന്നാൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും മൊമെന്റിന്റെ റിയാക്ഷനും ഇവിടെ ഡെവലപ്പ് ചെയ്യും, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ അലൗഡ്. അതുകൊണ്ട് തന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. അലൗ ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് 1, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ഈസ് അലൗഡ്, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആർ റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് റോളർ സപ്പോർട്ടിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണ്, ഹിഞ്ച് സപ്പോർട്ടിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണ്, ഫിക്സ്ഡ് സപ്പോർട്ടിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണ്, ഫിക്സ്ഡ് മൂവ്മെന്റ് ഇല്ല, 0 ആണ്. അതുപോലെ 2 ടൈപ്പ് സ്ലൈഡിംഗ് സപ്പോർട്ടിൽ അലൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്ട്രക്ചറിന്റെ നോക്കാം. ഓക്കെ, ബീമിന്റെ, ഫ്രെയിമിന്റെ, ട്രസിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബീംസിന്റെ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, 4 ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യന്റെയും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, അതായത് എത്ര മൂവ്മെന്റ്സ് അലൗഡ് ആണ്. ഓക്കെ, ആ നമ്പറിനെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ DKI എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണ്? ഒരു മൂവ്മെന്റും അലൗഡ് അല്ല. ഓക്കെ, ഇത് റോളർ സപ്പോർട്ട് ആണ്. റോളർ സപ്പോർട്ടിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണ്? റൊട്ടേഷൻ അലൗഡ് ആണ്, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. ഇവിടെ റോളർ തന്നെയാണ്, റൊട്ടേഷൻ അലൗഡ് ആണ്, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. അപ്പം ഇതിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ 4 ആയിരിക്കും. ഓക്കെ, 1, 2, 3, 4. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്, മൂവ്മെന്റ് അലൗഡ് 0 ആണ്. ഓക്കെ, ഒരു മൂവ്മെന്റും അലൗ ചെയ്യില്ല, റൊട്ടേഷനും ട്രാൻസ്ലേഷൻസും നോട്ട് അലൗഡ് ഇൻ ഫിക്സ്ഡ് എൻഡ്.
ഓക്കെ, ഫിക്സ്ഡ് സപ്പോർട്ട്. അപ്പോൾ ഇവിടെയും 0 തന്നെയാണ്. ഇവിടെ റോളർ സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ റൊട്ടേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ്, റൊട്ടേഷൻ അലൗഡ്. ഇവിടെയും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ്, റൊട്ടേഷൻ അലൗഡ്. അപ്പോൾ ഇവിടെയും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ഫിക്സ്ഡ് എൻഡ് നോക്കിക്കേ, ഫിക്സ് സപ്പോർട്ട് നോക്കിക്കേ, രണ്ട് എൻഡും ഫിക്സ്ഡാ അല്ലേ. അപ്പൊ ഇവിടെ ഈ എൻഡിൽ മൂവ്മെന്റ്സ് അലൗഡ് 0, ഇവിടെയും മൂവ്മെന്റ്സ് അലൗഡ് 0. അപ്പം കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി തേർഡ് ക്വസ്റ്റിൽ 0 ആണ്. യാതൊരുവിധ മൂവ്മെന്റും ഫിക്സ്ഡ് ബീം അലോ ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ സപ്പോർട്ട്സിൽ അലോ ചെയ്യുന്നില്ല. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റ് അലൗഡ് അല്ല. ഹിഞ്ച് സപ്പോർട്ടിൽ റൊട്ടേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഇവിടെയും ഹിഞ്ച് സപ്പോർട്ട് തന്നെയാണല്ലോ, റൊട്ടേഷൻ അലൗഡ് ആണ്. റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആൻഡ് റൊട്ടേഷൻ അലൗഡ്. ഓക്കെ, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ നോട്ട് അലൗഡ്. ഓക്കെ, അപ്പൊ ഇവിടെ 3, 4, 1, 2, 3 ആൻഡ് 4. ഓക്കെ, ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിന്റെ കൺസെപ്റ്റ്. ഓക്കെ, എത്ര ട്രാൻസ്ലേഷൻസും റൊട്ടേഷൻസും ഒരു സ്ട്രക്ചറിൽ അലൗഡ് ആണ്, ആ അലൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സിന്റെ നമ്പർ ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പം അത് എപ്പോഴും ഓർത്തിരുന്നോളണം. ഓരോ സപ്പോർട്ടിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നോളണം. ഓക്കെ, അപ്പം ബീമിന്റെ നമ്മളിപ്പം ചെയ്തു, നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെത് 2+2. ഓക്കെ, ഇവിടെ ഈ റോളർ സപ്പോർട്ട് 2 മൂവ്മെന്റ്, ഇവിടെ 2 മൂവ്മെന്റ്, ഇവിടെ 0. അപ്പൊ ടോട്ടൽ 4. രണ്ടാമത്തെ ക്വസ്റ്റിൽ ഇവിടെ 2 മൂവ്മെന്റ്സ് അലൗഡ് ആണ്, ഇവിടെ 2 മൂവ്മെന്റ്സ് അലൗഡ് ആണ്. അപ്പൊ ടോട്ടൽ 4. മൂന്നാമത്തേൽ യാതൊരുവിധ മൂവ്മെന്റും അലൗഡ് അല്ല. അപ്പൊ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 0. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2 മൂവ്മെന്റ്സ് അലൗഡ് ആണ്. ടോട്ടൽ 4. ഓക്കെ, ഇനി നമ്മൾ റിജിഡ് ജോയിന്റഡ് ഫ്രെയിംസിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഫ്രെയിം. ഓക്കെ, റിജിഡ് ജോയിന്റഡ് ഫ്രെയിം, ബീമും കോളം കൂടെ ഒന്നിച്ചു വരുമ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് റിജിഡ് ജോയിന്റഡ് ഫ്രെയിംസ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് നോക്കാം. ഓരോ ജോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാലും ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് വിട്ടുപോകില്ല ഒന്നും. ഓക്കെ, കൺസിഡർ ചെയ്യേണ്ട മൂവ്മെന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫൈനൽ എത്ര മൂവ്മെന്റ്സ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. മറ്റേത് ഏതെങ്കിലും മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ആൻസർ ചിലപ്പം തെറ്റാം. ഓക്കെ, എന്നാലും ഞാൻ രണ്ട് രീതിയിലും പറയാം. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു 3j മൈനസ് m+r. ഓക്കെ, ഈ m+r ബ്രാക്കറ്റിലാണ്. അപ്പൊ ജെ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ജോയിന്റ്സ് ഇൻക്ലൂഡിങ് സപ്പോർട്ട്സ് ഓഫ് വേരിയസ് കൈൻഡ്സ്. അപ്പൊ എല്ലാ ജോയിന്റ്സും, ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ജോയിന്റ്സ്, ഓക്കെ, സപ്പോർട്ട്സ് അടക്കം ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് അടക്കം എല്ലാ ജോയിന്റ്സും ആണ് ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നിലധികം മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലം, സപ്പോർട്ട്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം, എൻഡുകൾ. ഓക്കെ, എൻഡുകൾ, അതായത് ഇപ്പോൾ ഒരു എൻഡ് സപ്പോർട്ട് ഒന്നുമില്ല, ഒരു എൻഡ് ആണെങ്കിൽ അതും ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു എൻഡ് ആണെങ്കിൽ അതും ഒരു ജോയിന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ജോയിന്റ്സ്. ഇനി രണ്ടാമത്തത് എം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, എത്ര മെമ്പേഴ്സ് ഉണ്ട് അതാണ് എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആർ എന്ന് പറയുന്നത് ടോട്ടൽ കൺസ്ട്രെയിൻസ് ഇൻ ദ സ്ട്രക്ചർ, അതായത് റിയാക്ഷൻസ്. ഓക്കെ, നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ് ആർ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3j മൈനസ് m+r. അതിൽ ജെ എന്ന് പറയുന്ന നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ജോയിന്റ്സിൽ എന്തൊക്കെ വരും? നമ്മൾ സ്റ്റാറ്റിക്കിൽ നോക്കിയതുപോലെ തന്നെയാണ്. അതിൽ 2 മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒന്നിലധികം മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അത് ജോയിന്റ് ആണ്. സപ്പോർട്ട്സ് വരുന്നത് ജോയിന്റ് ആണ്. ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ജോയിന്റ്സ് ആണ്. അതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നതും ജോയിന്റ്സ് ആണ്. എം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ ഉണ്ടെന്നുള്ളതാണ്. ആർ എന്ന് പറയുന്നത് റിയാക്ഷൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എത്ര കൺസ്ട്രെയിൻസ്, എത്ര മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇതിപ്പോ ഫിക്സ്ഡ് എൻഡ് ആണ് ഇതിന്റെ സപ്പോർട്ടിൽ വന്നിരിക്കുന്നത്, ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ എത്ര മൂവ്മെന്റ് അലൗഡ് ആണെന്ന് നോക്കിക്കേ. ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റും അലൗഡ് അല്ല. വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, ഈ 3 മൂവ്മെന്റ്സും ഫിക്സ്ഡ് എൻഡിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ടിൽ അലൗഡ് അല്ല, അല്ലെ? അപ്പൊ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഒരു മൂവ്മെന്റ് അലൗഡ് അല്ല. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, ഈ ഒരു ജോയിന്റ് നോക്കിക്കേ. ഈ ഒരു ജോയിന്റിൽ എത്ര മൂവ്മെന്റ് അലൗഡ് ആണെന്ന് നോക്കിക്കേ. ഈ ഒരു ജോയിന്റിൽ
വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അലൗഡ് അല്ല, കാരണം അതിന്റെ താഴോട്ടേക്ക് ഇതായി ഫിക്സ്ഡ് എൻഡ് വരുന്നുണ്ട്, അതിന്റെ താഴെ ഒരു മെമ്പറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് അലൗഡ് ചെയ്യില്ല. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഹൊറിസോണ്ടലി ട്രാൻസ്ലേഷൻ സംഭവിക്കുമല്ലോ, യെസ് നടക്കും. അതായത് സൈഡ് വേസ് മൂവ് ചെയ്യും. ഓക്കെ, സൈഡ് വേസ് അത് മൂവ് ചെയ്യും. ഹൊറിസോണ്ടലി മൂവ്മെന്റ് അലൗഡ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതുപോലെ റൊട്ടേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ വരും. ഓക്കെ, ഇതുപോലെ സൈഡ് വേസ് മൂവ് ചെയ്യാം, റൊട്ടേഷൻസും അലൗഡ് ആണ്. ഓക്കെ, റൊട്ടേഷൻസ് ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ഇൻ ദിസ് ജോയിന്റ്. അതേപോലെ ഈ ജോയിന്റിലും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിലും ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈനിലൂടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി. രണ്ടെണ്ണം ഉണ്ടെങ്കിലും അതിന്റെ ഉള്ള ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരേ ലൈനിലൂടെ തന്നെയാണ് ആ ഒരു മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഹോൾ ഫ്രെയിം ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റ് ഒന്നാക്കി കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഓരോ ജോയിന്റിലും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ രണ്ടായിട്ട് എടുക്കണ്ട, ഓരോന്നായിട്ട് എടുക്കണ്ട, മൊത്തത്തിൽ ഈ ഒരു മൂവ്മെന്റ് ഒന്നായിട്ട് എടുക്കാം. കാരണം ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. ആ സ്ട്രക്ചർ ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈഡ് വേസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ രണ്ട് സ്ഥലത്തും കൂടെ ഒന്നായിട്ട് എടുത്താൽ മതി, ഒന്ന്. ഓക്കെ, പിന്നെ രണ്ട് റൊട്ടേഷൻസ്. ഓക്കെ, അപ്പൊ 2 and 3. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഇവിടെ ഈ ഫ്രെയിമിൽ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, ഓക്കെ, ത്രൂ സെയിം ലൈൻ ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ ആ ഹോൾ ഫ്രെയിം ഒരേപോലെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ് ഒന്നായതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ 1 കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇവിടെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 4 മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ 1 കൺസിഡർ ചെയ്യുള്ളൂ, ബാക്കി 1, 2, 3 കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റും അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ 3 ആണ് ഇവിടുത്തെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇനി ഇക്വേഷൻ പ്രകാരം നോക്കിക്കോ, 3j - m+r. എത്ര ജോയിന്റ്സ് ഉണ്ട്? 1, 2, 3, 4. ഓക്കെ, അപ്പൊ 3 into 4. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1, 2 and 3. 3 മെമ്പേഴ്സ്. ഓക്കെ, 3. എത്ര റിയാക്ഷൻസ് ഉണ്ട്? ഇവിടെ 3 റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മൊമെന്റിന്റെ റിയാക്ഷൻ. ഇവിടെയും വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൊമെന്റിന്റെ റിയാക്ഷൻ. റിയാക്ഷൻ 6 ആണ്. റിയാക്ഷൻ അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ മൂവ്മെന്റ് അലൗഡ് അല്ലാത്തത്, അല്ലെ? മൂവ്മെന്റ് അലൗ ചെയ്യാത്തത് അവിടെ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. അവിടെ ആ ഫോഴ്സിന്റെ എഫക്ട് വരാതെ വണ്ണം റിയാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ഇക്വേഷൻ പ്രകാരം നോക്കിയാൽ 12 - 9 വരും, 3 ആണ് ആൻസർ. ഇപ്പൊ ഞാൻ അല്ലാതെ കണ്ടുപിടിച്ചതും ഇതും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നോക്കിക്കേ, ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്യാതെ പറയാം. ഇവിടെ യാതൊരുവിധ മൂവ്മെന്റ് അലൗഡ് അല്ല. ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്, വെർട്ടിക്കൽ അലൗഡ് അല്ല. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഹൊറിസോണ്ടൽ അലൗഡ് ആണ്, വെർട്ടിക്കൽ മൂവ്മെന്റ് അലൗഡ് ആണ്. താഴെ വേറെ സപ്പോർട്ടോ മെമ്പറോ ഒന്നുമില്ല. അപ്പൊ വെർട്ടിക്കൽ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്. എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഞാൻ പറഞ്ഞിരുന്നു ഒരെണ്ണം എടുത്താൽ മതി എന്നുള്ളത്. ഓക്കെ, മൂവ്മെന്റ് ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എത്ര മൂവ്മെന്റ്സ് അലൗഡ് ആണ്? 1, 2, 3, 4. ഓക്കെ, അപ്പൊ ടോട്ടൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 4 ആണ്. ഈ ഹൊറിസോണ്ടൽ ഒരേ ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണ്, അതായത് ഒരൊറ്റ മൂവ്മെന്റ് ആണ് വരുന്നത് ഹോൾ ഫ്രെയിം കറസ്പോണ്ടിങ് ആയിട്ട്. അതുകൊണ്ട് ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി ഹൊറിസോണ്ടൽ. ഓക്കെ, ഞാനത് പിന്നെയും പറയാണ്, നിങ്ങളത് ഓർത്തോളണം. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് 4. ഓക്കെ, മൂവ്മെന്റ്സ് ഏതൊക്കെയാ? ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അറ്റ് ദിസ് ജോയിന്റ്, റൊട്ടേഷൻ അറ്റ് ദിസ് ജോയിന്റ്, ആൻഡ് ഇവിടെ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ 4 മൂവ്മെന്റ്സ്. ഓക്കെ, ഇക്വേഷൻ പ്രകാരം നോക്കിയാൽ 3j - m+r. അപ്പൊ എത്ര ജോയിന്റ്സ് ഉണ്ട്? 1, 2, 3. ഞാൻ പറഞ്ഞിരുന്നു സപ്പോർട്ട് എന്നത് ഒന്നിലധികം മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് കിടക്കുന്നതും ജോയിന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പൊ 3j, 3 into 3. എത്ര മെമ്പേഴ്സ്? 1, 2, 2 മെമ്പേഴ്സ്. എത്ര റിയാക്ഷൻ? 3, അല്ലെ? ഫിക്സ്ഡ് എൻഡിൽ 3 റിയാക്ഷൻ. ഓക്കെ, 3. അപ്പം 9 - 5 കിട്ടും, 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനും ഞാൻ അല്ലാതെ നോക്കുവാണ്. ഇവിടെ യാതൊരുവിധ മൂവ്മെന്റ് അലൗ ചെയ്യില്ല ഫിക്സ്ഡ് എൻഡില്. ഇവിടെ റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഇനി ഈ ജോയിന്റിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്. ഇനി ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ പിന്നെ എടുക്കണ്ട, ഒരു ഹൊറിസോണ്ടൽ എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പൊ എത്ര മൂവ്മെന്റ്സ് അലൗഡ് ആണ്? ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, റൊട്ടേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ. അപ്പൊ 1, 2, 3, 4, 5. അതായിരിക്കും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, 5. ഇക്വേഷൻ പ്രകാരം 3j - m+r. എത്ര ജോയിന്റ്സ്? 1, 2, 3, 4. ഓക്കെ, 3 into 4. മൈനസ് എത്ര മെമ്പേഴ്സ്? 1, 2,
3. എത്ര റിയാക്ഷൻ? ഇവിടെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൊമെന്റ്. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ 4. ഓക്കെ, അപ്പം 3 into 4 - 3 + 4 12 - 7 5 ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കിക്കോ. ഇതൊരു സ്ലൈഡിംഗ് സപ്പോർട്ടിന്റെ കേസാണ്. എത്ര മൂവ്മെന്റ്സ് വരും നോക്കിക്കോ. ഇവിടെ യാതൊരുവിധ മൂവ്മെന്റ്സും അലൗഡ് അല്ല. ഇവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഇവിടെ ഹൊറിസോണ്ടൽ മാത്രമേ അലൗഡ് ഉള്ളൂ. ആ ഹൊറിസോണ്ടൽ ഓൾറെഡി നമ്മളിവിടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ അലോ ചെയ്യില്ല. ഹൊറിസോണ്ടൽ പിന്നെയും കൺസിഡർ ചെയ്യേണ്ട. വെർട്ടിക്കൽ ആൻഡ് റൊട്ടേഷൻ സ്ലൈഡിംഗ് സപ്പോർട്ട് അലോ ചെയ്യില്ല. ഈ രീതിയിലുള്ള സ്ലൈഡിംഗ് സപ്പോർട്ട് ആണെങ്കിൽ വെർട്ടിക്കൽ മൂവ്മെന്റും അതായത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഓക്കെ അലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ അലൗഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി നമ്മളിവിടെ കൺസിഡർ ചെയ്തു. സെയിം മൂവ്മെന്റ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ 1 എടുത്താൽ മതി, പിന്നെ റൊട്ടേഷൻ. അപ്പോൾ ടോട്ടൽ മൂവ്മെന്റ്സ് 2, അതായത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2. ഓക്കെ, KI = 3J - M+R. എത്ര ജോയിന്റ്സ്? 1 2 3. ഓക്കെ, 3J മൈനസ് എത്ര മെമ്പേഴ്സ്? 1 2 2 മെമ്പേഴ്സ്. എത്ര റിയാക്ഷൻ? ഫിക്സ്ഡ് എൻഡിൽ 3 റിയാക്ഷൻ, സ്ലൈഡിംഗ് സപ്പോർട്ടിൽ 2 റിയാക്ഷൻ. ഓക്കെ, അപ്പം 3 + 2 5 ആണ് റിയാക്ഷൻ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 9 - 7 = 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോ. ഇതൊരു ബോക്സ് ടൈപ്പ് വരുന്നതാണ്. ഇതിൽ നോക്കിയാൽ എത്ര മൂവ്മെന്റ്സ് അലൗഡാ? ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റ്സും അലൗഡ് അല്ല, 0. ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഈ സെയിം ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്, അതെടുക്കണ്ട, റൊട്ടേഷൻ മാത്രം എടുക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ. ആ സെയിം ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ഇവിടെ വരുന്നുണ്ട്, അതെടുക്കണ്ട, റൊട്ടേഷൻ മാത്രം. ടോട്ടൽ എത്ര മൂവ്മെന്റ്സ് ആണ്? 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി = 6. ഓക്കെ, ഇനി ഇക്വേഷൻ പ്രകാരം നോക്കിക്കോളൂ. എത്ര ജോയിന്റ്സ് ആണ്? 1 2 3 4 5 6. അപ്പോൾ 3J 3 × 6. എത്ര മെമ്പേഴ്സ് ആണ്? 1 2 3 4 5 6. ഓക്കെ, 6 മെമ്പേഴ്സ്. ഇനി എത്ര റിയാക്ഷൻ ആണ്? 2 ഫിക്സ്ഡ് എൻഡ് ആണ്. ഇവിടെ 3 റിയാക്ഷൻസ്, ഇവിടെ 3 റിയാക്ഷൻ. അപ്പോൾ ടോട്ടൽ 6 റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ആൻസർ വിൽ ബി 18 - 12 6. ഓക്കെ, അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് പ്രകാരം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ് അലൗഡ് എന്നുള്ള ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ്. കാരണം ഏതെങ്കിലും നിങ്ങൾ എടുക്കാൻ വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഇക്വേഷൻ ആകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആ രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ഇക്വേഷൻ പ്രകാരം ചെയ്തിട്ട് ഏതൊക്കെ മൂവ്മെന്റ്സ് ആണെന്നുള്ളത് മാർക്ക് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഫ്രെയിമിന്റെ റിജിഡ് ജോയിന്റർ ഫ്രെയിംസിന്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രസ്സിന്റെ കേസ് നോക്കാം. ഓക്കെ, ട്രസ്സിന്റെ കാര്യത്തിൽ ഒരു പോയിന്റ് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ട്രസ്. ഓക്കെ, ട്രസ് നമ്മൾ ചെയ്യുമ്പോൾ റൊട്ടേഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നതേ ഇല്ല. ഓക്കെ, ട്രസ്സിൻ്റെ അകത്ത് റൊട്ടേഷൻ നമ്മൾ എടുക്കുന്നതേ ഇല്ല. നമ്മൾ എടുക്കാത്തതിന്റെ ഒരു കാരണം ട്രസ് മെമ്പേഴ്സ് അനാലിസിസ് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ട്രസ് മെമ്പേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓൺലി വെർട്ടിക്കൽ ഫോഴ്സസും അതുപോലെ തന്നെ അതായത് ആക്സിൽ ഫോഴ്സസ് ആണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ? ആക്സിൽ ഫോഴ്സസ് ആണ് ട്രസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആ ട്രസ് മെമ്പേഴ്സിൽ ഉണ്ടാവുന്നത് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ ആൻഡ് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻസ് ആണ്, ആക്സിൽ ഫോഴ്സസ് ആയതുകൊണ്ട്. ഓക്കെ, അവിടെയുള്ള മൂവ്മെന്റ് അലൗ ചെയ്യുന്നത് ട്രസ്സിന്റെ അകത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. റൊട്ടേഷൻസ് ഉണ്ടാവില്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇൻ ട്രസ് there are only vertical and horizontal translations. ഓക്കെ, റൊട്ടേഷൻസ് നമ്മൾ ട്രസ്സിന്റെ കേസിൽ എടുക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ജോയിന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ 2 രീതിയിലുള്ള ഡിഫ്ലക്ഷൻസേ ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മൾ ട്രസ്സിൽ ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മൾ ഇതിൽ എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി? കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ട്രസ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 2 ട്രാൻസ്ലേഷൻസ് ആർ പോസിബിൾ ഇൻ ട്രസ്സസ്. ഓക്കെ, 2 ട്രാൻസ്ലേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ, അത് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് ആയിരിക്കും അലൗഡ്? ഒരു മൂവ്മെന്റും അലൗഡ് അല്ല, അല്ലെ? നോ മൂവ്മെന്റ് ഈസ് പോസിബിൾ. കാരണം ഹിഞ്ച് സപ്പോർട്ടിൽ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അലൗഡ് അല്ല, റൊട്ടേഷൻ മാത്രമാണ് ആക്ച്വലി അലൗഡ്. എന്നാൽ ട്രസ്സിൽ നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഒരു മൂവ്മെന്റും ഹിഞ്ച് സപ്പോർട്ടിൽ പോസിബിൾ അല്ല. ഓക്കെ, ഇനിയിപ്പോ ഏതെങ്കിലും ട്രസ്സിൽ ഫിക്സ്ഡ് വന്നു കഴിഞ്ഞാൽ അവിടെയും നോ മൂവ്മെന്റ് അലൗഡ്. ഓക്കെ, ദാറ്റ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആ ഒരു സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ്. അതുപോലെ റോളർ സപ്പോർട്ട് നോക്കിക്കേ,
രണ്ട് ട്രാൻസ്ലേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ നോക്കിയാൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ് റോളർ സപ്പോർട്ടിൽ, എന്നാൽ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ നോട്ട് അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ട്രസിന്റെ കേസിൽ റോളർ സപ്പോർട്ടിൽ വരുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. ഓക്കെ, ഇവിടെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ട്രസ്സിൽ ഹിഞ്ച് സപ്പോർട്ടിൽ 0 ആണ്. ഓക്കെ, യാതൊരുവിധ മൂവ്മെന്റും അലൗഡ് അല്ല. ഇനി നോർമൽ ജോയിന്റ് ആണെങ്കിൽ, ഓക്കെ, ജസ്റ്റ് സപ്പോർട്ടൊന്നും ഇല്ലാത്ത രണ്ട് മെമ്പേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണെങ്കിൽ അവിടെ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അലൗഡ് ആണ്. ഓക്കെ, അലൗഡ് ആണ്. അതായത് അങ്ങനെയുള്ള ജോയിന്റ് ആണെങ്കിൽ അവിടെ രണ്ട് മൂവ്മെന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇൻ നോർമൽ ജോയിന്റ്സ് 2 translations are possible, one horizontal translations and one horizontal translation and one vertical translation. Okay, അപ്പം നോർമൽ ജോയിന്റ് ആണെങ്കിൽ അവിടെ ആ ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KI 2 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കിയെടുക്കണം. ഓക്കെ, ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ യാതൊരു മൂവ്മെന്റ് അലൗഡ് അല്ല. റോളർ സപ്പോർട്ടിലെ ട്രസ്സിലെ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. നോർമൽ ജോയിന്റ് ആണെങ്കിൽ വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. റൊട്ടേഷൻ ട്രസ്സിന്റെ കേസിൽ എടുക്കണ്ട. ഓക്കെ, ബാക്കിയുള്ള മൂവ്മെന്റ്സ് ഓരോ സപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾ മുന്നേ എടുത്തതുപോലെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, റൊട്ടേഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രസ് നോക്കിക്കേ, ഇത് ഈ താഴെയുള്ള സപ്പോർട്ടുകളെല്ലാം ഹിഞ്ചഡ് ആണ്, എന്നാൽ ഒന്ന് റോളർ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ ഈ റോളർ സപ്പോർട്ടിന്റെ ഈ പൊസിഷൻ അനുസരിച്ചിട്ട് ഇവിടെ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ് ഈ ഒരു ജോയിന്റിൽ. ഓക്കെ, അപ്പൊ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ഓരോ ജോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി. ഇത് നോർമൽ ജോയിന്റ് ആണ്. ഇവിടെ ഏതൊക്കെ മൂവ്മെന്റ്സ് വരും? വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ നോർമൽ ജോയിന്റിൽ അലൗഡ് ആണ്. ഇത് ഹിഞ്ച് സപ്പോർട്ടാണ്. ഹിഞ്ച് സപ്പോർട്ടിൽ യാതൊരുവിധ മൂവ്മെന്റ് അലൗഡ് അല്ല. വെർട്ടിക്കൽ ട്രാൻസ്ലേഷനും ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അറസ്റ്റഡ് ആണ്, അലൗഡ് അല്ല. റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. ഓക്കെ, ഇവിടെ റോളർ സപ്പോർട്ട് ആണ്, എന്നാൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി പ്രകാരം ഇവിടെ വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ അലൗഡ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ എത്ര മൂവ്മെന്റ്സ് അലൗഡ് ആണ്? 1, 2, 3 and 4. ഓക്കെ, 4 മൂവ്മെന്റ്സ് ഇവിടെ അലൗഡ് ആണ്. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് 4. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നോക്കിക്കോ, ഇത് നോർമൽ ജോയിന്റ് ആണ്. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അലൗഡ്, ഇവിടെയും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അലൗഡ്, ഇവിടെയും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അലൗഡ്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അലൗഡ്. അതുപോലെ ഇവിടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അലൗഡ്, ഇവിടെ ഹൊറിസോണ്ടൽ അലൗഡ്. റോളർ സപ്പോർട്ടാണ്. ഇവിടെയും ഹൊറിസോണ്ടൽ അലൗഡ്. ഇവിടെ ഒന്നും അലൗഡ് അല്ല. അപ്പൊ ഒന്ന് എണ്ണി നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, നോട്ട് the following formula can also be used for trusses. Kinematic indeterminacy is equal to 2j minus r. Okay, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. 2j minus r യൂസ് ചെയ്താൽ സെയിം ആൻസർ കിട്ടുക. j number of joints, r number of reactions. Okay, r is number of reactions. അപ്പോൾ 2j minus r ഒന്ന് നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, എത്ര ജോയിന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ജോയിന്റ്സ് ഉണ്ട്. 2 into 8 മൈനസ് എത്ര റിയാക്ഷൻ ഉണ്ട്? ഇവിടെ ഹിഞ്ച് സപ്പോർട്ടിൽ 2 റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ റോളർ സപ്പോർട്ടിൽ, ഇവിടെയും വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 4 റിയാക്ഷൻസ്. അപ്പൊ 2 into 8 minus 4. ഓക്കെ, ദാറ്റ് ഈസ് 16 minus 4, 12. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2j minus r. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു 2j minus r. എത്ര ജോയിന്റ്സ് ഉണ്ട്? 1, 2, 3, 4. 4 ജോയിന്റ്സ്. അപ്പൊ 2 into 4. എത്ര റിയാക്ഷൻസ് ഉണ്ട്? ഇവിടെ 2 റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പൊ ടോട്ടൽ 1, 2, 3, 4 അല്ലെ? അപ്പൊ 2 into 4 minus 4, ദാറ്റ് ഈസ് 8 minus 4. 4 ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എത്ര ജോയിന്റ്സ് ഉള്ളത്? 1, 2, 3, 4. 4 ജോയിന്റ്സ് ഉണ്ട് അല്ലെ? അപ്പം 4 ജോയിന്റ്സ്. അപ്പം ഇക്വേഷൻ ഇതാണ്, 2j minus r. ഓക്കെ, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു എത്ര ജോയിന്റ്സ്? 4 ജോയിന്റ്സ്. അപ്പൊ 2 into 4. എത്ര റിയാക്ഷൻ? ഇവിടെ 2 റിയാക്ഷൻ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. ഇവിടെ 2 റിയാക്ഷൻ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. ഇവിടെ 2 റിയാക്ഷൻ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. ഇവിടെ ഏത് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ റോളർ സപ്പോർട്ടിന്റെ അറേഞ്ച്മെന്റ് ഈ രീതിയിലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ എത്ര റിയാക്ഷൻസ് ഉണ്ട്? 2 + 2 + 2 6,
6 + 1 7. അപ്പം 2 × 4 -7, ദാറ്റ് ഈസ് 8 - 7 1 കിട്ടും. അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് 1 ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തതുപോലെ മൂവ്മെന്റ് അലൗഡ് ആയിട്ടുള്ളത് നോക്കിയെടുക്കാം. ഹിഞ്ച് സപ്പോർട്ടിൽ യാതൊരുവിധ മൂവ്മെന്റ് അലൗഡ് അല്ല, റോളർ സപ്പോർട്ടിൽ ഒരു മൂവ്മെന്റ് അലൗഡ് ആണ്, നോർമൽ ജോയിന്റ് ആണെങ്കിൽ 2 മൂവ്മെന്റ്സോടെ അലൗഡ് ആണ്. ഓക്കെ, ദിസ് ഈസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. നമ്മൾ ബീമിന്റെയും ഫ്രെയിമിന്റെയും ട്രസ്സിന്റെയും നോക്കി. ഓക്കെ.